അതെ, നമുക്കിന്നേ ഒരു പക്കോട നോക്കിയാലോ? അതായത് ചീര പക്കോട. അപ്പോൾ നമ്മൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ സവോള നമുക്ക് വേഗം ഒന്ന് എടുത്ത് അരിഞ്ഞ് ഉപ്പ് തിരുമ്മി വെക്കാം, ഒരു 5-10 മിനിറ്റ് കേട്ടോ, അതിൻ്റെ വെള്ളം പോകാനാണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെക്കണം. അതിൻ്റെ കൂടെ മെയിനായിട്ട് വേണ്ടത് നമുക്ക് ചീരയാണ്. ചീരയുടെ കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എടുത്ത് വെള്ളം കളഞ്ഞെടുത്ത് വയ്ക്കുക. അതിനകത്തോട്ട് മൈദയോ അല്ലെങ്കിൽ ബേസൻ പൗഡറോ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇളക്കി നോക്കാം. ഇളക്കി നോക്കി കഴിയുമ്പം ഇനിയും പൊടി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ടാണ്, പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. മിക്സ് ചെയ്ത് ആവശ്യമെങ്കിൽ ഇനിയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഒഴിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ വെള്ളം കൂടി പോവല്ലേ. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ചീഞ്ചട്ടി അടുപ്പത്തോട്ട് വെച്ചേക്കാം കേട്ടോ. അതിൻ്റെ അകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ കൂട്ട് കുറച്ചെടുത്ത് നമുക്ക് എണ്ണയിലോട്ടിട്ട് തിരിച്ചും മറിച്ചും വിട്ട് നമുക്കൊന്ന് വേഗം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ചീര കഴിക്കാത്ത നമ്മളെ പിള്ളേരെ പറ്റിക്കാനുള്ള ഒരു വഴിയും കൂടിയാണേ. അങ്ങനെതാ നമ്മുടെ പക്കോട അങ്ങനെ കിടന്ന് മുരിഞ്ഞ് പടപടേന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ കാണാൻ? അപ്പോൾ ഇതുപോലെ കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ട് ഒന്ന് വേഗം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്